ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരൊക്കെ നമുക്ക് അല്ലെങ്കിൽ നാളെ കൊണ്ട് തീർക്കണ്ടേ? ടുമോറോ നമുക്ക് വൈൻഡപ്പ് ചെയ്യണം. നോക്കിയിരുന്നോ നമ്മുടെ ഇന്റഗ്രേഷൻ ഒക്കെ? അപ്പൊ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, തന്നിരിക്കുന്ന ഇന്റഗ്രലിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് ഏതാണ് നമുക്ക് ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യത്തക്ക വിധത്തിലോട്ട് റീഅറേഞ്ച് ചെയ്ത് കൊണ്ടുവരിക. അത് കഴിഞ്ഞ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുക. അത്രയേ ഉള്ളൂ ഇന്റഗ്രേഷൻ ചെയ്യാനായിട്ട്. ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ നമുക്ക് ഇതുണ്ട്, ഇവാലുവേറ്റ് ഇ റേസ് ടു, ഇതൊക്കെ ഡയറക്റ്റ് നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്താൽ എക്സ് റേസ് ടു എൻ ഫോം അല്ലേ? ഓക്കെ, ഇവിടെ നമുക്ക് തന്നിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നേരെ നമ്മൾ ഡിവൈഡ് ചെയ്യും. റൂട്ട് എക്സ് ഡിവൈഡ് ബൈ എക്സ് പ്ലസ് എക്സ് റേസ് ടു റൂട്ട് എക്സ് പ്ലസ് എക്സ് റേസ് ടു 1/2 സ്ക്വയർ ആണ് തന്നിരിക്കുന്നത്. അതിനെ ആദ്യമേ എക്സ്പാൻഡ് ചെയ്യുക അല്ലേ? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോം. ദെൻ അതിനെ ഓരോ ടേമിനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തു. സോ നമ്മുടെ ഇന്റഗ്രലിലോട്ട് നമ്മൾ എത്തി. നമുക്ക് ഇന്റഗ്രൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്ന ഫോർമുലയിൽ നമ്മൾ എത്തി. ഇന്റഗ്രേറ്റ് ചെയ്യുക, ദെൻ സിംപ്ലിഫൈ ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ലാസ്റ്റ് സ്റ്റെപ്പിൽ ഇന്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എഴുതി വെച്ചാൽ മതി. പ്ലസ് സിയും കൂടി എഴുതണം കേട്ടോ. ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, ഹലോ. ഓക്കെ, നമ്മൾ അതുപോലെ ഇവിടെയാണേലും 5 പവർ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, കൊണ്ടുവരിക. എല്ലാം അതുപോലെ തന്നെ. Okay, now come to integration by substitution. If the integrand is of the form integral f of g of x into g dash x, the f of a function into its derivative, അതായത് നമുക്കറിയാം, അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതുണ്ട്. We can integrate it by substituting g of x equal to t. g of x നെ t എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതിനെ ടിയുടെ ഫോമിലോട്ട് കൊണ്ടുവന്ന് വിത്ത് റെസ്പെക്ട് ടു ടി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് ടിയെ എന്താ പറയുക സബ്മിറ്റ് ചെയ്യുക, ടിയുടെ വാല്യൂ ഇൻ ടേംസ് ഓഫ് എക്സിലോട്ടാക്കുക. ഓക്കെ, അതാണ് നമ്മൾ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനിൽ ചെയ്യുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ദാറ്റ് ഈസ് ഇവിടെ നമുക്കൊരു തന്നിരിക്കുന്ന നോക്കിയേ, ഇന്റഗ്രേറ്റ് ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് പ്ലസ് 2 പവർ 7. ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? നമുക്കറിയാം ഈ ഒരെണ്ണത്തിന് ടി എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് പ്ലസ് 2ന്റെ ഡെറിവേറ്റീവ് എന്താ? ഇ റേസ് ടു എക്സ് ആണ്. ദാറ്റ് ഈസ് ഇ റേസ് ടു എക്സ് പ്ലസ് 2 ടി എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഇ റേസ് ടു എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി ടി. ഓക്കെ, ഹലോ ഹലോ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഇ റേസ് ടു എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് നമുക്ക് ടി ആണ്. ടി റേസ് ടു 7 ഇൻറ്റു ഇ റേസ് ടു എക്സ് ഡി എക്സ്, ഇ റേസ് ടു എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്തായി മാറി? ഡി ടി എന്ന് പറയുന്ന വേരിയബിളിലോട്ട് മാറി. ദാറ്റ് ഡിപ്പെൻഡ്സ്. ഇവിടെ എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഡി ടിയുടെ ടേമിലോട്ട് നമ്മൾ കൊണ്ടുവരണം അല്ലേ? ഇവിടെ വേരിയബിൾ ഈസ് ടി, സോ വി ആർ ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടി. സോ ഡയറക്ട്ലി അപ്ലൈ ചെയ്യുക, ദെൻ ടി എ റീപ്ലേസ് ചെയ്യുക. ടി ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് 2. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നൗ ലെറ്റ് us do one problem. ഒരു പ്രോബ്ലം ചെയ്തിട്ട് ഇപ്പോൾ എല്ലാം കൂടെ നമ്മൾ അങ്ങ് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഇതാവണ്ട, തറവുണ്ട്. ഇവാലുവേറ്റ് ഇന്റഗ്രൽ റൂട്ട് ഓഫ് 7x മൈനസ് 2. അപ്പോൾ നമ്മൾ റൂട്ടൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നേരെ ടി സ്ക്വയറിലോട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്തെടുക്കാൻ എളുപ്പമുണ്ട്. റൂട്ട് എക്സ് എന്ന് പറയുന്നത് റേസ് ടു 1/2 എന്നൊക്കെ നമുക്ക് എഴുതാം. പക്ഷെ അതിൽ എളുപ്പം നമുക്ക് റൂട്ടൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്ക്വയറിലോട്ട് കൊടുക്കുക. അപ്പോൾ റൂട്ട് ഓഫ് ടി സ്ക്വയർ, ഈ പാർട്ടിനെ റൂട്ട് ഓഫ് ടി സ്ക്വയർ വരും. അപ്പോൾ ഇന്റഗ്രൽ ഈ പാർട്ട് ടി അങ്ങായി മാറിക്കോളും. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നൗ ഡിഫറൻഷിയേറ്റിംഗ് 7 ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു 2t dt അല്ലേ? ഇസ് ഇറ്റ് ക്ലിയർ? This is 2t into dt. So dx equal to, നമ്മുടെ dx നെ നമ്മൾ റീപ്ലേസ് ചെയ്യണം. dx equal to 2/7
ലെഫ്റ്റ് സൈഡ് 7dx എന്ന് പറയുന്ന ഒരെണ്ണം നമുക്കില്ല. നമുക്ക് ഈ dxനെയാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. dx ഈക്വൽ ടു 2/7t dt. സോ റൂട്ട് ഓഫ് ടി സ്ക്വയർ ഇൻറ്റു dx. ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫ്രം ഇതിനൊക്കെ നമ്മൾ ഇക്വേഷൻ 1 എന്ന് വേണേൽ കൊടുത്തേക്കണം. ഫ്രം 1 integral this equal to integral root of t square into 2/7t dt. So 7/2 into root of t square എന്ന് പറയുന്നത് എന്താണ്? t. t into t square dt. That is 2/7 into, okay, t square ന്റെ ഇന്റഗ്രൽ tq/3 plus c. Is it clear? t square ന്റെ ഇന്റഗ്രൽ എന്താ? t raised to n plus 1 by n plus 1. സോ ടി ക്യൂ ബൈ 1 n plus 1 3 ആണ്. അതിനെ നമ്മൾ 1/3 എന്ന് ഇവർ സെപ്പറേറ്റ് അങ്ങ് എഴുതി എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സോ 2/21 ടി ക്യൂബ് സി. അവിടെ നമുക്ക് ടിയിലല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ഒറിജിനലിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. സോ ടി ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് 7x മൈനസ് 2. സോ ടി ക്യൂ എന്ന് പറയുന്നത് എന്താവും? റൂട്ട് ഓഫ് 7x മൈനസ് 2 ക്യൂബ്. അതിനെ നമ്മൾ ഈ റൂട്ടിനെ 1/2 വരും അല്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ റൂട്ട് ഓഫ് 7x മൈനസ് 2 ടി ക്യൂബ് എന്നുള്ളത്, ദിസ് ഈസ് ടി. 7x മൈനസ് 2 ഹോൾ ക്യൂബ് എന്ന് എഴുതിയാലും മതി. കാരണം നമ്മൾ ഇവിടെ കൊണ്ട് തീർന്നു, നമുക്ക് ഇനി സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, എന്നാ വേഗം ചെയ്യൂ. ഇത് സിമ്പിൾ ആയിട്ടുള്ളതല്ലേ, പക്ഷെ നമ്മൾ ഓരോന്ന് ചെയ്തു പോയി കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി തറവാകും. അതുകൊണ്ട് ഒന്ന് അടിച്ച് ഓരോ പ്രോബ്ലം ചെയ്തു പോകുന്നു വിചാരിച്ചു. അത്ര ഡിഫിക്കൽട്ട് ഒന്നും അല്ല, പക്ഷെ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ചെയ്തു പോകണം. എന്നെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴും ആ ഫോമുലകൾ നമ്മൾ ഓർത്തിരിക്കണം.
ചെയ്തോ? കംപ്ലീറ്റ് ആക്കിയോ? ഹലോ? ഹലോ? കംപ്ലീറ്റ് ആക്കിയോ? മുന്നോട്ട് പോവാം. എന്നാ ചെയ്തു നമ്മൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു കോൺഫിഡൻസ് ഉണ്ടാവത്തുള്ളൂ. നിങ്ങൾ ചെയ്തിട്ടുള്ളതാണ് ഹയർ സെക്കൻഡറിയിലൊക്കെ, എങ്കിലും നമ്മൾ അതൊക്കെ കുറച്ച് മറന്നുപോയി കാണും അല്ലേ? ഇതൊക്കെ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം, കാരണം ഇതൊക്കെ കുറച്ച് ടൈം കൺസ്യൂമിങ് ആൻഡ് യു ഷുഡ് ബി വെരി കെയർഫുൾ വൈൽ സിംപ്ലിഫൈങ് ഓൾ ദീസ് തിങ്സ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ്റെ അകത്തും സിംപ്ലിഫൈ ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ വളരെ കെയർഫുൾ ആവണം. തീരുമാനം പറയണം കേട്ടോ. ഓക്കെ, നീതു എന്തായി, ചെയ്യുന്നുണ്ടോ? ഓക്കെ ഓക്കെ.
എന്തായി പിള്ളേരെ? ഓൾമോസ്റ്റ് റീഡ് ചെയ്യണം. ഓക്കെ. ഓക്കെ. വാട്ട് അബൌട്ട് നീതു? പോവാ മുന്നിട്ട്. ഈ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഇടാൻ മറന്നു പോയത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതെല്ലാം നിങ്ങൾ നോക്കണം, ചെയ്ത് നോക്കണം കേട്ടോ. ടൈപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കിതുണ്ട് ബൈ 3x - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ടി ഡിവൈഡ് ബൈ ടി സ്ക്വയർ ആ വരുന്നത് അല്ലേ? ഇനി ഇതുപോലെ നോക്കി, ഇതുപോലെ മോർ ദാൻ 2 വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ x + 1 × e raised to x × x e raised to x + 3 power 4 dx. ഇവിടെ നമ്മൾ എങ്ങനെയാ പുട്ട് ചെയ്തെന്ന് നോക്കി. x e raised to x 3 = t. ഈ ബ്രാക്കറ്റിലുള്ളതിനെയാണ് നമ്മൾ t എന്ന് കൊടുത്തത്.
സോ നമുക്കറിയാം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു first function into derivative of the second plus second into derivative of the first one. So x e raised to x plus e raised to x into dx equal to t. അപ്പോൾ നമ്മൾ ആ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഓർത്തോണം, അവിടെ അപ്ലൈ ചെയ്യേണ്ട പ്രോപ്പർട്ടികളോ അല്ലെ അപ്ലൈ ചെയ്യേണ്ട ഫോമുലകളൊക്കെ അപ്ലൈ ചെയ്യണം. നമ്മൾ പ്രോഡക്റ്റ് റൂളാണ് അപ്ലൈ ചെയ്യുന്നത്. പ്ലസ് 3യുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0. സോ നോക്കിക്കേ, എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് 3 ഡി എക്സ് എന്ന് പറയുന്നത് ഡി ടി ആയി അല്ലേ? സോ ഇവിടെ ഇ റേസ് ടു എക്സിനെ വെളിയിലോട്ട് എടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് 1 ഇൻറ്റു ഇ റേസ് ടു എക്സ് ഡി എക്സ്. വളരെ സിമ്പിൾ ആയിട്ട് കൊണ്ടുവന്നില്ലേ നോക്കിക്കേ. ദിസ് പാർട്ട് ഈക്വൽ ടു ടി പവർ 4 ആക്കിയെടുത്തു. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. ഇനി ഇവിടെ വേറെ ഒരെണ്ണം പറഞ്ഞിരിക്കുന്നത് ഈ സി ഇവിടെ 4 ടേമുകളാണ് വന്നിരിക്കുന്നത്. ഇവിടെ ടു ഇവാലുവേറ്റ് ആൻഡ് ഇന്റഗ്രൽ ഓഫ് ദ ഫോം എ ഇ റേസ് ടു എക്സ് പ്ലസ് ബി ഇ റേസ് ടു മൈനസ് എക്സ് ബൈ സി ഇ റേസ് ടു എക്സ് പ്ലസ് ഡി ഇ റേസ് ടു മൈനസ് എക്സ്. നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂമറേറ്റർ ഈക്വൽ ടു വി റൈറ്റ് ന്യൂമറേറ്റർ ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഡിനോമിനേറ്റർ പ്ലസ് ബീറ്റ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഡിനോമിനേറ്റർ. ഇതൊക്കെ ഓർത്തിരുന്നോണം, ഇങ്ങനെ ചെയ്യേണ്ടി വന്നാൽ എക്സാമിനേഷൻ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് ഓർത്തിരുന്നോണം. ഓക്കെ, ദെൻ എന്താ ചെയ്യുന്നത് നമ്മൾ? വിച്ച് ഈസ് ഈക്വൽ ടു ദ ന്യൂമറേറ്റർ ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഡിനോമിനേറ്റർ പ്ലസ് ബീറ്റ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഡിനോമിനേറ്റർ. ഓക്കെ, ദാറ്റ് ഈസ് ഇനി നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണ് കോഎഫിഷ്യൻസ്. ഇ റേസ് ടു എക്സിൻ്റെയും ഇ റേസ് ടു മൈനസ് എക്സിൻ്റെയും കോഎഫിഷ്യൻറ്റുകളെ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് വരുമ്പോൾ വി ഗെറ്റ് 2 equation in 2 unknowns in alpha and beta. ഓക്കെ, അൽഫ ബീറ്റയിലുള്ള 2 ഇക്വേഷൻ കിട്ടി. നമുക്കറിയാം ഇതിനെ എങ്ങനെയാണ് സോൾവ് ചെയ്തെടുക്കേണ്ടതെന്നല്ലേ? 2 unknowns in 2 ഇക്വേഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡോ ഏത് മെത്തേഡിലാണെങ്കിലും ഐഡന്റിഫൈ ആൽഫ ആൻഡ് ബീറ്റ. ആൽഫയുടെ ബീറ്റ വാല്യൂ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പമുണ്ടാവും. ഓക്കെ, is it clear? Yes ma'am. ഓക്കെ, അപ്പൊ അതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ, എങ്കിലേ നമുക്കത് കാണുമ്പോഴും വല്ല കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുക. സമയം ഉണ്ടായാൽ നമുക്ക് ചെയ്യാമായിരുന്നു, പക്ഷെ സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുക. ഓക്കെ, അതൊക്കെ തനിയെ ചെയ്തിട്ട് നിങ്ങൾ ടെക്സ്റ്റിൽ ചെക്ക് ചെയ്ത് നോക്കണം വെദർ ഇറ്റ് ഈസ് കറക്റ്റ് ഓർ നോട്ട്. ഓക്കെ ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? Hello? Yes ma'am. Okay. Now integration of rational function. A function Rx is said to be rational if Rx is of the form Px by Qx, where Px and Qx are the polynomials in X. For in example, these are Px by Qx form. A rational function is said to be proper if the degree of the numerator is less than the degree of the denominator, and improper if degree of the numerator greater than or equal to degree of the denominator. Okay, in the first case, if in case Rx equal to Px is improper, that is the degree of this one is greater than or equal to this angle, we write Rx equal to Ax plus Bx by Q. അതായത് അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് എഴുതും ഇതിനെ പി എക്സ് ഡിവൈഡ് ബൈ ക്യു എക്സ്. ഓക്കെ, അപ്പം നമുക്കൊരു കോഷ്യന്റും കിട്ടും, റിമൈൻഡർ പാർട്ടും വരും. യൂഷ്വലി നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നേ, നമ്മൾ സാധാരണ പോളിനോമിയലിന്റെ ഡിവിഷൻ. ഓക്കെ, ഹലോ, ഈസ് ഇറ്റ് ക്ലിയർ? Yes ma'am. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത് റാഷണൽ ഫോം ആണെങ്കിൽ നമ്മൾ ഇനി അതിനെ ബാക്കി എന്താ നമ്മൾ ചെയ്യുന്നത്? ഡിനോമിനേറ്ററിനെ ലീനിയർ ഫംഗ്ഷൻ ആയിട്ട് എഴുതുന്നത്, അതായത് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യും. ഓക്കെ ഓക്കെ, പാർഷ്യൽ ഫ്രാക്ഷനില്ലാത്ത ഡിഫറെന്റ് സിറ്റുവേഷൻസ് പറയുന്നത് when the denominator consists of distinct linear factors
ദാറ്റ് ഈസ് നമുക്ക് തന്നിരിക്കുന്ന റാഷണൽ ഫംഗ്ഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കിട്ടിയിരിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നേ, ഇതിനെ മുഴുവൻ ലീനിയർ ഫംഗ്ഷൻസ് താഴെ ഉള്ളതെങ്കിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് തരും. പാർഷ്യൽ ഫ്രാക്ഷൻ ഓർക്കുന്നുണ്ടോ നമ്മൾ പഠിച്ചത്? ദിസ് ഈക്വൽ ടു എ ബൈ ലീനിയർ ഫംഗ്ഷൻ പ്ലസ് ബി ബൈ സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സി ബൈ എക്സ് മൈനസ് 2. ഇത് നമ്മൾ എന്ത് ചെയ്യും? സി മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ഇതുകൊണ്ട് എല്ലാ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് വിൽ ബി ഈക്വൽ ടു എക്സ് ഇൻറ്റു ദെൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് ക്യാൻസൽഡ് ആയിപ്പോയി ഇതിൻ്റെ അകത്തെ അല്ലേ. എല്ലാത്തിനും ഈ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഈ ലെഫ്റ്റ് സൈഡിലെ. ഇസിൻറ്റ് ഇറ്റ്? സോ എ ഇൻറ്റു ഈ ടേം ഉണ്ടാവില്ല, എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2. ബി ഇൻറ്റു ദിസ് ടേം ഉണ്ടാവില്ല, 2x മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2. ആൻഡ് സി ഇൻറ്റു എക്സ് മൈനസ് 2 മാറ്റി 2x മൈനസ് 1 പ്ലസ് എക്സ് പ്ലസ് 1. ഇസിൻറ്റ് ഇറ്റ്? ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ സി ചില ടേമുകൾ 0 ആയി പോകും. നമുക്കറിയാം എക്സ് ഈക്വൽ ടു 2 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേമും 0 ആവും. അപ്പം നമുക്ക് എക്സിന്റെ വാല്യൂ പുട്ട് ചെയ്തിട്ട് ചെയ്യാവുന്നിടത്തോളം, അതായത് നമുക്ക് വേണ്ട എന്താണെന്ന്, വി ഹാവ് ടു ഐഡന്റിഫൈ ദ വാല്യൂ ഓഫ് എ ബി സി. എ ബി സി കിട്ടിക്കഴിഞ്ഞാൽ സി നമുക്ക് ഇതിനെ തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ വി ക്യാൻ ഡയറക്ട്ലി അപ്ലൈ ചെയ്ത ഇന്റഗ്രേഷൻ ഫോർമുല. ഇവിടെ നമുക്ക് ഇന്റഗ്രേഷൻ ഫോർമുല ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് വൈ വി ആർ സ്പ്ലിറ്റ് അപ്പ് ഇൻറ്റു small functions. Is it clear? Yes, ma'am. ഓക്കെ. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള, നിങ്ങൾക്ക് പറയുമ്പോൾ ഓർമ്മ വരുന്നുണ്ടോ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ഒക്കെ പഠിച്ചു വന്നത്? ഓർക്കുന്നുണ്ടോ പാർഷ്യൽ ഫ്രാക്ഷൻ ഒക്കെ? ഓക്കെ. ഇനി നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മതി. ദെൻ ഇവിടെ നമ്മൾ ചെയ്യാവുന്നിടത്തോളം വാല്യൂ പുട്ട് ചെയ്തിട്ട് കൊണ്ടുവരാവുന്ന 0 ആക്കി കൊണ്ടുവരാവുന്നതല്ല ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരിക. എ ബി സി. ഇനി അടുത്തത് വന്നില്ല, ഇനി ഇത്രയും വരുന്നുണ്ട്, ഇതിനകത്ത് നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എക്സ് സ്ക്വയറിന്റെ പവറുകളെ ഇക്വേറ്റ് ചെയ്യുക അല്ലേ. എല്ലാത്തിനകത്തും എക്സ് സ്ക്വയറിന്റെ പവറുകളുണ്ട്. പിന്നെ എക്സിന്റെ പവറുകളെ ഇക്വേറ്റ് ചെയ്യുക, ദെൻ കോൺസ്റ്റന്റുകളെ ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ. ഇതിൻ്റെ അകത്ത് കിട്ടിയില്ലെങ്കിൽ ഓക്കെ, ഇതിനകത്ത് നമുക്ക് മാക്സിമം എക്സിന്റെ വാല്യൂ നമ്മൾ പുട്ട് ചെയ്ത്, അതായത് നമുക്ക് മിനിമൈസ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കണം വേരിയബിളിനെ. ഇതുണ്ട് എയുടെ വാല്യൂ ഡയറക്റ്റ്ലി കിട്ടും. എങ്ങനെയാണ്? എക്സ് ഈക്വൽ ടു 1/2 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എക്സ് 1/2 കൊടുക്കുമ്പോൾ ദിസ് ടൈം വിൽ ബി 0, എക്സ് 1/2 കൊടുക്കുമ്പോൾ ദിസ് ടൈം വിൽ ബി 0. ബിയും സിയും ഇല്ല, എ മാത്രം ഡയറക്ട്ലി കിട്ടും. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. ഓക്കെ. ദെൻ എക്സ് ഈക്വൽ ടു 2 നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലോ ഈ ടേമും പോകും, സിയുടെ വാല്യൂ കിട്ടും. ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. ദെൻ എക്സ് ഈക്വൽ ടു -1 കൊടുത്തു കഴിഞ്ഞാലോ ഇതും ഈ ടേമും പോകും, ഈ ടേമും പോകും, ബിയുടെ വാല്യൂ കിട്ടും. ഇത് നമുക്ക് ഡയറക്ട്ലി ഇത് 3 എണ്ണവും കിട്ടും എക്സിന്റെ വാല്യൂ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഇൻ കേസ് അങ്ങനെ പുട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മൾ പോകുന്നത്, ഇവിടെ നമുക്ക് 3 ഇക്വേഷൻ ഡയറക്ട്ലി കിട്ടും. കിട്ടിയില്ല എന്നുണ്ടെങ്കിലോ നമ്മൾ ഇക്വേറ്റ് ചെയ്യും അല്ലേ. ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്. അതായത് എ സ്ക്വയർ പ്ലസ് ഇവിടെ 2 ഇൻറ്റു എക്സ് സ്ക്വയർ ആണ് വരുന്നത്. എ സ്ക്വയർ പ്ലസ് 2b, ഇവിടെയും 2 ഇൻറ്റു എക്സ് സ്ക്വയർ. 2b പ്ലസ് 2c ഈക്വൽ ടു, ഇവിടെ എക്സ് സ്ക്വയർ ഇല്ല, സോ ഇറ്റ്സ് വിൽ ബി ഈക്വൽ ടു 0 വരും. ഇസിൻറ്റ് ഇറ്റ്? അത് ചെയ്യുമ്പോഴും നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്തു പോകണം. എക്സ്പാൻഡ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സി അങ്ങനെ നമ്മൾ ചെയ്തു വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇവിടെ ഡയറക്ട്ലി അപ്ലൈ ചെയ്യാം. 1/x ഫോം ആണ് അല്ലേ. ഹലോ, ഇസിൻറ്റ് ഇറ്റ്? Yes, ma'am. ഓക്കെ. ഇനി നമ്മൾ when the denominator consists of repeated linear factors, that is x by 2x minus 1 by x plus 1 the whole square. x plus 1 the linear factor റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? a by linear function പ്ലസ് b by linear function പ്ലസ് c by, ഇവിടെ നമ്മൾ x plus 1, ഇവിടെ നമ്മൾ x plus 1 സ്ക്വയർ കൊടുക്കും. ഇപ്പൊ ക്യൂബ് ആയിരുന്നെങ്കിൽ 1 by x plus 1 the whole cube ആണെങ്കിൽ നമ്മൾ എങ്ങനെ കൊടുക്കും? a by x plus 1 plus b by x plus 1 the whole square plus c by x plus 1 the whole cube അല്ലേ. ഇങ്ങനെയായിരിക്കും നമ്മൾ അതിനെ സ്പ്ലിറ്റ് അപ്പ് ചെയ്യുന്നത്.
റിപ്പീറ്റഡ് സിയുടെ അടിയിൽ വരുന്ന x+1 അതാണ് നമ്മുടെ പാർഷ്യൽ ഫ്രാക്ഷന്റെ റൂളാണ്. റിപ്പീറ്റഡ് ലീനിയർ ഫാക്ടർ. സി ഇവിടെ വന്നിരിക്കുന്ന നോക്കി x+1 ആണ്. നമുക്കറിയാം ഇതൊരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ആക്ച്വലി. x+1 എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് എ ലീനിയർ ഫംഗ്ഷൻ. Is it clear? അത് മറ്റേ x+1 x+1 അത് 2x -1 x+1 ഈക്വേറ്റ് ആവുമോ? അല്ല, ഇക്വേറ്റ് ചെയ്യുവല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് അപ്പ് ചെയ്യുക ടേമുകളായിട്ട്. ഓക്കെ, നമ്മളതിനെ സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് നമുക്ക് ഇവിടെ ഡയറക്ട്ലി നമുക്ക് ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. നമ്മൾ ഈ പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താലും നമുക്ക് പറ്റത്തില്ല, അല്ലേ? ഓക്കെ, അങ്ങനെ വന്നു കഴിയുമ്പോൾ അതായത് നമ്മൾ രണ്ട് പോളിനോമിയലിന്റെ എന്താ പറയാ റേഷ്യോ ആയിട്ട് എഴുതുക. ഈ ഫോം റാഷണൽ ഫംഗ്ഷൻ ആയിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വെയിലാണ് അതിനെ സ്പ്ലിറ്റപ്പ് ചെയ്ത് നമുക്ക് ഇന്റഗ്രൽ അപ്ലൈ ചെയ്യാനായിട്ട് കൊണ്ടുവരുന്നത്. ഇത്രയും നമ്മൾ അപ്ലൈ ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ABC കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് ഡയറക്ട്ലി നമുക്ക് അപ്ലൈ ചെയ്യാം. സ്പ്ലിറ്റപ്പ് ചെയ്ത് കൊണ്ടുവന്നു ABCയുടെ വാല്യൂ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത്. ഓക്കെ, ഇപ്പൊ റിപ്പീറ്റഡ് ഫാക്ടർ ആണെങ്കിൽ നമ്മൾ അതിനെ ഇങ്ങനെയാണ് എഴുതുന്നത്: b/x+1 + c/x+1 എത്ര n ഉണ്ടോ അത്രയും ടേംസുകളിലോട്ട് നമ്മൾ വരും. ഓരോ പ്രാവശ്യവും ഇതിന്റെ പവർ കൂടി. അതാ ഞാൻ കാണിച്ചത് 1/x+3 ആണെങ്കിലോ a/x+1 b/x+1 + c/x+1 Okay, is it clear? Yes, ma'am. Okay. ഇനി അടുത്തത് വേറൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് when the denominator consists of irreducible quadratic factor. അതായത് ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക്കിനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ലീനറൈസ് ചെയ്ത് എഴുതാമെങ്കിൽ നമുക്ക് എളുപ്പമാണ് ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ആയിട്ട് കൊണ്ടുവരാൻ. ഓക്കെ, കോൺസ്റ്റന്റ് മാത്രമേ ഉള്ളൂ. കോൺസ്റ്റന്റ് ലീനിയർ ഫംഗ്ഷൻ അല്ല, നമുക്ക് കോൺസ്റ്റന്റ് ബൈ, അതായത് ഇതിനേക്കാൾ 1 ഡിഗ്രി കുറവുള്ളതായിരിക്കണം ഇവിടെ വരേണ്ടത് ന്യൂമറേറ്ററിൽ. അങ്ങനെയാക്കിയാണ് നമ്മൾ എഴുതുന്നത്. അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഡയറക്ട്ലി നമുക്ക് ഇന്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഇറെഡ്യൂസിബിൾ, അതായത് ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ തന്നിരിക്കുന്നത് നമുക്ക് സ്പ്ലിറ്റപ്പ് തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാമെന്നുണ്ടെങ്കിൽ എഴുതിക്കൊള്ളുക. എഴുതാമെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് ലീനിയർ ഫംഗ്ഷൻ ആയിട്ട്. സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വരുന്ന സിറ്റുവേഷൻ നമ്മൾ ചെയ്യുന്ന എന്താണ്, ഇവിടെ നമുക്ക് ദിസ് പാർട്ട് ഈക്വൽ ടു ദിസ് ഇസ് എ ലീനിയർ ഫംഗ്ഷൻ, അതുകൊണ്ടാണ് ഇതിന്റെ ന്യൂമറേറ്റർ a ആയത്. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് എഴുതും? bx + c / x² + x + 1. ഇവിടെ നമുക്ക് സ്ക്വയർ ആയിട്ട് വന്നിരിക്കുന്ന ഇതിനെ വേണേൽ നമുക്ക് ഒന്നിച്ചെഴുതാം. bx + c / x + 1 എന്ന് വേണേൽ എഴുതാം. ഓക്കെ, പക്ഷെ അതിൻ്റെ അകത്ത് ABCയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നതിൽ നമുക്ക് എളുപ്പം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും. ദിസ് ഈസ് മോർ ഈസി. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പൊ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളിവിടെ ഇത് ക്വാഡ്രാറ്റിക് ആയതുകൊണ്ട് ഇതിനെ നമ്മൾ ലീനിയർ ഫംഗ്ഷൻ ആയിട്ട് എഴുതേണ്ടി വരും. അങ്ങനെയാണ് അതിന്റെ സ്പ്ലിറ്റ് അപ്പ് റൂൾ വരുന്നത്, പാർഷ്യൽ ഫംഗ്ഷൻ. ഓക്കെ, ഇനി വരുമ്പം എങ്ങനെ വരും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കി x = a × x² + x + 1 bx + c × x + 1. ഓക്കെ, ഇനി എയുടെ വാല്യൂ പുട്ട് ചെയ്യുക. ഇവിടെ x = -1 കൊടുക്കാം. അപ്പൊ ഈ ടേം വിൽ ബി ദിസ് ടേം വിൽ ബി 0 അല്ലേ? നമ്മുടെ a എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ദെൻ കമ്പയറിംഗ് ദ കോഎഫിഷ്യൻസ്, ഈ കോഎഫിഷ്യന്റിനെ കമ്പയർ ചെയ്യുക. ഇവിടെ ax² ഉണ്ട്, ഇവിടെ bx × x എന്ന് പറയുന്ന ഒരു ടേം വരും. അപ്പം a + b = 0 കൊടുത്തിരിക്കുന്നത് കണ്ടോ? a നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ദെൻ വി ക്യാൻ ഐഡന്റിഫൈ b. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ദെൻ നമുക്ക് എക്സിന് ഏത് വാല്യൂ വേണേലും കൊടുക്കാം. x = 0 നമ്മൾ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ a + x = 0, ദിസ് ടൈം വിൽ ബി 0, ദിസ് ടൈം വിൽ ബി 0, a + c = 0 കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാൻ ഏതാണോ പ്രോപ്പർ ആയിട്ടുള്ള വാല്യൂസ് ഓഫ് എക്സ് അതിന് നമ്മൾ പുട്ട് ചെയ്ത് കൊണ്ടുവരിക. ഇനി അത് അത്രയും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കമ്പയർ ചെയ്യുക.
ഇക്വേറ്റ് ചെയ്യുക, സെയിം വേരിയബിളിന്റെ പവർ ഉള്ളതിന്റെ കോയിഫിഷ്യന്റുകളെ ഇക്വേറ്റ് ചെയ്യുക. ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. ഓക്കെ, അങ്ങനെ നമ്മൾ എ ബി സിയുടെ വാല്യൂ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ എളുപ്പമുണ്ടാവും. ലെറ്റ് us do one problem. ഒരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, Yes, ma'am. ഇവാലുവേറ്റ് ദ ഇന്റഗ്രൽ എക്സ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു 2x മൈനസ് 1. നമുക്കറിയാം ഇത് രണ്ട് ലീനിയർ ഫംഗ്ഷൻ ആണെന്നറിയാം ഡിനോമിനേറ്ററിലുള്ള. സോ വി റൈറ്റ് ദ ഇന്റഗ്രൻറ്റ് എക്സ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു 2x മൈനസ് 1 ഈക്വൽ ടു എ ബൈ എക്സ് പ്ലസ് 1 പ്ലസ് ബി ബൈ രണ്ട് ലീനിയറാണ്. അപ്പം ന്യൂമറേറ്ററിൽ കോൺസ്റ്റന്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, now multiplying this denominator multiplying by x equal to a into ഇതുകൊണ്ട് multiplying by ഈ പാർട്ട് കൊണ്ട് this entire thing കൊണ്ട് multiplying by എന്താ സംഭവിക്കുന്നത്? ഇത് ഈ x plus 1 cancelled ആവും അല്ലേ? a into 2x minus 1 പ്ലസ് ബി എ ഈ ടൈം ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ ഈ 2x minus 1 2x minus 1 മൾട്ടിപ്ലൈ ക്യാൻസൽഡ് ആവും. സോ b into x plus 1. Right? Is it clear? ഹലോ? Yes, ma'am. ഓക്കെ, now ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് ഈ ഇക്വേഷനിലോട്ട് നോക്കിയിട്ട് വേണം നമ്മൾ ആലോചിക്കാനായിട്ട്. ഇവിടെ നമുക്കറിയാം എക്സ് ഈക്വൽ ടു -1 കൊടുത്താൽ ഈ ടൈം 0 ആയിക്കോളും. എക്സ് ഈക്വൽ ടു 1/2 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേമും 0 ആയിക്കോളും. അതായത് എക്സ് ഈക്വൽ ടു 1/2 എക്സ് ഈക്വൽ ടു -1 കൊടുത്താൽ എയും ബിയും ഡയറക്ട്ലി നമുക്ക് കിട്ടും. ഇവിടെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. Is it clear? Yes. Uh-huh. b equal to 1/3 and -1 കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ a -2 -1 -3 a into -3 equal to -1. So a equal to 1/3. a and b are 1/3. കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ നേരെ പുട്ട് ചെയ്യുക. നമ്മുടെ 1/x ഫോം ആണ് അല്ലേ? 1/xന്റെ ഇന്റഗ്രൽ എന്താ? 1/x dx equal to log x ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ്. ഇവിടെ 1/xന്റെ കോയിഫിഷ്യന്റ് 1 ആയതുകൊണ്ട് 1/1 നമ്മൾ എഴുതിയില്ല എന്നേ ഉള്ളൂ. 1/2xന്റെ ആണെങ്കിലോ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 1 ആയതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഒന്നും വരുന്നില്ല. അതിലോട്ട് വരട്ടെ, ഇത്രയും കണ്ടുപിടിച്ച് നമുക്ക് അതിലോട്ട് വരാം. നൗ ഇവാലുവേറ്റ് ദ ഇന്റഗ്രൽ ചെയ്തേ. അപ്പുറത്ത് വന്ന് എയുടെ ബിയുടെ വാല്യൂ ഐഡന്റിഫൈ ചെയ്തേ.
എന്തായി? എ ബി കിട്ടിയോ? ചെയ്യുക മാം. ഓക്കെ. കഴിയുമ്പം പറയണേ, എ ആൻഡ് ബി കിട്ടി കഴിയുമ്പോ. ഹായ്. യെസ് മാം. കഴിഞ്ഞോ? ഇല്ല, ചെയ്തോണ്ടിരിക്കുന്നു. കംപ്ലീറ്റ് ആക്കിയോ? ചെയ്തോണ്ടിരിക്കോ? ഓക്കെ. കഴിഞ്ഞു. കഴിഞ്ഞു. എന്നിട്ട് പോവാം. നീതു. ഓക്കെ, ഇനി നമ്മൾ എന്താ ഡയറക്ട്ലി അപ്ലൈ ചെയ്യുക. നീതു എത്തിയോ ഇവിടം വരെ? എ ആൻഡ് ബി കണ്ടുപിടിച്ചോ? ഓക്കെ. ഇനി നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ വാസ് ഏതായിരുന്നു? ഇന്റഗ്രൽ x by x plus 1 into 2x minus 1 dx.
this x by x plus 1 into 2x minus 1 നമ്മൾ split up into a by എഴുതി a equal to 1 by 3 അല്ലേ, and b is also equal to 1 by 3. So our integrand the given question can be, ഇവിടെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ 1 നിങ്ങൾ പുട്ട് ചെയ്തോളൂ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുമ്പോൾ. സോ ഫ്രം 1 എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? 1 by 3 dx by x plus 1 plus 1 by 3 this one. What is 1 by integral dx by x എന്ന് പറയുന്നത് എന്താണ്? log x ആണ് അല്ലേ. സോ ഇവിടെ 1 by 3 integral dx by നമ്മൾ യൂഷ്വലി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ 3x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ, അല്ലെങ്കിൽ x raised to 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? കോൺസ്റ്റന്റ് ഇൻറ്റു 4x raised to n minus 1 അല്ലേ, n x raised to n minus 1 3 എന്ന് നമ്മൾ പറയും, റൈറ്റ്? Yes, ma'am. അതുപോലെ ഇവിടെ നമ്മൾ എ എക്സ് ഉണ്ടെങ്കിൽ എ ഇൻറ്റു, അതായത് കോൺസ്റ്റന്റ് ഇൻറ്റു എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടെ 1 by എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് എക്സ് ആണ്. ഇവിടെ 1 by എക്സ് പ്ലസ് 1 വന്നുകൊണ്ട് അതിന് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ എക്സിന്റെ ഒരു കോഎഫിഷ്യന്റ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ കോഎഫിഷ്യന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, മീൻ ഡിഫറൻസിയേഷൻ്റെ അകത്താണെങ്കിൽ എക്സിന്റെ കോഎഫിഷ്യന്റിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. ഇനി ഇന്റഗ്രേഷൻ്റെ അകത്ത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് അല്ലെ ഫസ്റ്റ് ഇന്റഗ്രന്റ് എങ്ങനെ വരും? 1 by 3 ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 1, അവിടെ നോ പ്രോബ്ലം. Then second one 1 by 3 into log 2x minus 1 into ഈ 2x ന്റെ കോഎഫിഷ്യന്റ് എന്താന്ന് നോക്കിയാൽ 2 ആ. That is why 1 by 2. Okay, is it clear? Yes, ma'am. Okay, plus constant of integration. ഇനി ഇതിനെ ചെയ്യുമ്പോൾ നമ്മൾ അതുകൊണ്ട് ചെയ്യാനൊന്നുമില്ല. 1 by 3 log x plus 1 and 1 by 6 log 2x minus 1 plus c. ആൻസർ എഴുതിക്കോളുക. ഓക്കെ, ചെയ്യും.
ഹലോ ഹലോ, എന്തായി ചെയ്തോ? Yes. കംപ്ലീറ്റ് ആക്കിയോ? ഓക്കെ, കംപ്ലീറ്റ് ചെയ്ത് നോക്കണം നിങ്ങൾ. നൗ വി ഹാവ് ടു സ്റ്റാൻഡേർഡ് റിസൾട്ട്സ്, ദറ്റ് ഈസ് ഇത് മാത്രം പഠിച്ചിരിക്കുക. നമ്മൾ ഈ ഫോമുല ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഫോമോ ഡി എക്സ് ബൈ ഇന്റഗ്രൽ ഡി എക്സ് ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഫോമോ വരുന്നെങ്കിൽ റിമെമ്പർ ദീസ് ടു ഫോമുല ഡയറക്ട്ലി what is summary? Hello? Yes, ma'am. പോകാൻ മുന്നോട്ട്. Yes, ma'am. ഓക്കെ, ദറ്റ് ഈസ് ഈ രണ്ട് ഫോമുലകൾ ഓർത്തിരിക്കുക. 1/2a log x plus a divided by x minus a. Hello? Who is talking? Now come to integral dx by a square minus x square form, that is 1/2a log a plus x by a minus x plus c. Okay, remember these two formulae. Okay, do all these problems. Okay, now come to the integration by parts. Integration by parts എന്ന് പറയുന്നത് നമ്മുടെ ഏതാണ് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാണ് ഡെറിവേറ്റീവ് ചെയ്തപോലെ തന്നെ. ദാറ്റ് ഈസ് ഡി ബൈ നമുക്കറിയാം പ്രോഡക്റ്റ് ഓഫ് ടു ഫങ്ഷൻസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ വൺ, റൈറ്റ്? Okay. Hello? Hello? Is it clear? Yes, ma'am. Yes, ma'am. Okay. Now, see, just remember this formula. When you remember the formula, see, ux is the first function, vx is the second function. Okay. And remember in that way, that is first function into integral of the second minus integral of the whole integral of the integralന്റെ അകത്ത് വരേണ്ടതാണ് ഈ കാര്യങ്ങൾ. Derivative of the first function into integral of the second in dx, integral of the whole thing. പലപ്പോഴും കുട്ടികൾക്ക് പറ്റാറുള്ളത് ഇന്റഗ്രലിന്റെ വെളിയിലോട്ട് എടുക്കും, ഈ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യും. മനസ്സിലായോ? അങ്ങനെയല്ല, ദ സെക്കൻഡ് പാർട്ട് ഈസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ്. ഇതൊരു ഇന്റഗ്രലാണ്. ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡിനെ ഫസ്റ്റിന്റെ ഡെറിവേറ്റീവിന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ പ്രോഡക്റ്റിനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഈസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. ഓക്കെ. ഇനി നമ്മൾ ഇവിടെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് ഓഫ് രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷനെ സെലക്ട് ചെയ്യുന്ന ആണ് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, ശ്രദ്ധിക്കും. ഫോർ ഇൻസ്റ്റൻസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ്, വി ടേക്ക് ഇ റേസ് ടു എക്സ് ആസ് ദ സെക്കൻഡ് ഫംഗ്ഷൻ. അതെന്തുകൊണ്ട് എടുക്കുന്നറിയാവോ? നമ്മളിതിനെ ഫസ്റ്റ് ഫംഗ്ഷൻ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും ഇ റേസ് ടു എക്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കും. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ. അതേസമയം എക്സിനെ ഇ റേസ് ടു എക്സ് ആസ് ദ സെക്കൻഡ് ഫംഗ്ഷൻ, എക്സിനെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സിന്റെ ഫംഗ്ഷൻസ് വന്നു കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ എക്സ് എടുക്കും. എക്സിന്റെ കൂടെ ബാക്കി വരുന്നതും കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും എക്സ് എടുക്കുന്നത്. സോ അതിന്റെ ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്തായി, ആ ടേം അങ്ങ് തീർന്നു കിട്ടും. ഡെറിവേറ്റീവ് എക്സിന്റെ ടേം അല്ലേ? ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ നമ്മളിവിടെ ഇന്റഗ്രേഷൻ ബൈ പ്രോഡക്ട്സ് ചെയ്യുമ്പോൾ ഫോർമുല ഡയറക്ട്ലി അപ്ലൈ ചെയ്യാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം, ഏതിനെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് ടെർമിനേറ്റ് ചെയ്യാതെ പോകും.
അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എക്സിനെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് എന്ന് പറയുന്നത് ഏതാ? ഇ റേസ് ടു എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ്. ഇവിടെ നമുക്ക് ഡയറക്ട്ലി വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ദെൻ ഇവിടെ ഡെറിവേറ്റീവ് ഈക്വൽ ടു 1 ഇൻറ്റു ഇ റേസ് ടു എക്സ് ഡി എക്സ്. ഇസ് ഇറ്റ് ക്ലിയർ? അതിനെ വീണ്ടും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഈസ് ഇ റേസ് ടു എക്സ് ഇസെൽഫ് and plus constant of integration. ഓക്കെ, ഇനി ഇവിടെ നോക്കി അടുത്തൊരു എക്സാമ്പിൾ നോക്കി. എക്സ് ഇൻറ്റു ലോഗ് എക്സ് നമ്മൾ എടുക്കുമ്പോൾ വി ടേക്ക് എക്സ് ആസ് ദ സെക്കൻഡ് ഫംഗ്ഷൻ. എന്തുകൊണ്ടാ? ഇതുണ്ടോ പിള്ളേരെ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് ഫംഗ്ഷൻ അല്ലേ? ലോഗ് എക്സിന്റെ ഇന്റഗ്രൽ ഇല്ല നമ്മുടെ. നമ്മൾ 1/log എക്സിന്റെ ഡെറിവേറ്റീവ് അവൈലബിൾ ആണ്. സോ 1/x ഇൻറ്റു ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താ? 1/x. നമുക്കറിയാം ഇതിന്റെ ഈ ഫംഗ്ഷന്റെ കൂടെ എക്സ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി സെക്കൻഡ് ഡെറിവേറ്റീവിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരാൻ എളുപ്പമുണ്ടാവും. ഈസ് ഇറ്റ് ക്ലിയർ? ഹലോ, Yes. അപ്പൊ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമാണ്, ലോഗ് എക്സ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോഗ് എക്സിനെ ആയിരിക്കും മിക്കവാറും ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുന്നത്. എന്തുകൊണ്ടാണ്? അതിന്റെ ഡെറിവേറ്റീവ് മൈനസ് സെക്കൻഡ് പാർട്ടിൽ വരുന്ന മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അത് 1/x ആയി മാറിക്കോളും. അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഹലോ. Yes, ma'am. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലം ഒന്ന് ചെയ്തേ. സിമ്പിൾ പ്രോബ്ലം.
കംപ്ലീറ്റ് ആക്കിയോ? ഹലോ ഹലോ. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം. ചെയ്ത് നോക്കുമ്പോൾ കേട്ടോ, ലോഗ് ഫംഗ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ലോഗ് ഫംഗ്ഷനെ തന്നെയാണ് ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എടുക്കാറുള്ളത്. ഓക്കെ, ഇതെല്ലാം ചെയ്ത് നോക്കണം. ഓക്കെ, മുന്നോട്ട് പോവാം. ഓക്കെ, അടുത്ത നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ. ഓക്കെ, ഒരു ആപ്ലിക്കേഷൻ നമുക്ക് 3 എണ്ണം പറഞ്ഞിരിക്കുന്നത് ഉള്ളത്. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുക, ഏരിയ അണ്ടർ എ കർവ്, ലെങ്ത് ഓഫ് ദ കർവ്. ഓക്കെ, ഫസ്റ്റ് ലെറ്റ് us see ഏരിയ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ചെയ്തത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ അല്ല, ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ദാറ്റ് ഈസ് ഇതിന്റെ ലിമിറ്റ് നമുക്ക് തന്നിട്ടില്ല അല്ലേ. ഇൻ്റഗ്രേറ്റ് എ ഫംഗ്ഷൻ ഇൻ്റഗ്രൽ എഫ് എക്സ് ഡി എക്സ് ആണ് നമ്മൾ തന്നിരുന്നത്. അതേസമയം നമുക്ക് ലിമിറ്റ് പ്രൊവൈഡഡ് ആണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ലിമിറ്റ് അപ്ലൈ ചെയ്ത് ചെയ്യാം. അവിടെ നമുക്ക് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഇല്ലായിരുന്നത് കൊണ്ടാണ് നമ്മൾ, അല്ലെങ്കിൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അവിടെയൊക്കെ പ്ലസ് എ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ചെയ്തു പോയത്. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണെങ്കിൽ നമ്മൾ ന്യൂമറിക്കൽ വാല്യൂയിലോട്ടാണ് നമ്മൾ എത്തുന്നത്. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷൻ വരുന്നിടത്തൊക്കെ നമ്മൾ ഏരിയ കണ്ടുപിടിക്കണം, ലെങ്ത് കണ്ടുപിടിക്കുക, ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ഇൻ ടേംസ് ഓഫ് എക്സിൽ നമ്മൾ എഴുതിയാൽ പറ്റത്തില്ല നമുക്ക് അല്ലേ. നമുക്ക് അവിടെയൊക്കെ ഒരു ന്യൂമറിക് വാല്യൂ കിട്ടണം. അതാണ് നമ്മുടെ ഇൻ്റഗ്രേഷൻ ആപ്ലിക്കേഷൻ വരുന്നത്. ഓക്കെ, അതായത് എക്സാക്ട്ലി ഇൻ്റഗ്രേഷൻ ആപ്ലിക്കേഷൻ വരുന്നതൊക്കെ നമ്മൾ എക്സാക്ട്ലി നമുക്കൊരു നമുക്കിപ്പോൾ ഒരു സ്ക്വയർ ആണ്, അല്ലെങ്കിൽ ഒരു റെക്ടാംഗിൾ ആണ്, അല്ലെങ്കിൽ ഒരു സർക്കിൾ ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമുണ്ട്. നമ്മൾ ഓൾറെഡി നമുക്ക് സം ഫോർമുലാസ് ആർ ദേർ, റൈറ്റ്? But when we have a shape like this, see, how can we find out the area? അവിടെയൊക്കെ നമ്മൾ ഇൻ്റഗ്രേഷൻ ഇൻ്റഗ്രേഷൻ ആപ്ലിക്കേഷൻ വരുന്ന ഏരിയ കണ്ടുപിടിക്കാനോ, വോളിയം കണ്ടുപിടിക്കാനോ, ലെങ്ത് കണ്ടുപിടിക്കാനോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അവിടെയൊക്കെ സ്പെസിഫിക് ആയിട്ട് ഒരു ഷേപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിനെ സ്മോൾ റെക്ടാംഗിൾ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. റെക്ടാംഗിളോ സ്ക്വയറോ ഒക്കെ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. ഓക്കെ ഓക്കെ, കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ നമ്മൾ ഈ സ്മോൾ വണ്ണിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇൻ്റഗ്രൽ ഈ സ്മോൾ വണ്ണിൻ്റെ എഫ് എക്സ് ഡി, അതിൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടാവുമല്ലോ, സ്മോൾ വണ്ണിൻ്റെ ഒരു ഷേപ്പ് ഉള്ള ഒരു സ്ക്വയറോ റെക്ടാംഗിളോ ഒക്കെ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. എഫ് എക്സ് ഡി എക്സ് ലിമിറ്റ് ഫ്രം 0 to n. ഓക്കെ, isn't it? സോ ദിസ് മച്ച് ക്വാണ്ടിറ്റിയുടെ ഓരോന്നിൻ്റെ സ്മോൾ വണ്ണിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് അതിനെ മെർജ് ചെയ്ത് ഇതിലോട്ട് കൊണ്ടുവരും, എല്ലാം കൂടി ആക്കി ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കും. ദെൻ വി ഗെറ്റ് ദ ഏരിയ ഓഫ് ദിസ് വൺ. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? ഹലോ. ഓക്കെ, അതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞ ഇൻ്റഗ്രേഷൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഓക്കെ, now definite integral, suppose f is a continuous function. Okay, suppose f is a continuous function defined in the interval a b, then f can be the antiderivative f. Then we write integral a to b fx dx will be equal to the derivative fx within the limits a to b, which will be equal to, ഇതിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് അപ്പർ ലിമിറ്റ് ആണ് ആദ്യം കൊടുക്കുന്നത്. ദ ഫംഗ്ഷണൽ വാല്യൂ അറ്റ് ദ അപ്പർ ലിമിറ്റ് മൈനസ് ദ ഫംഗ്ഷണൽ വാല്യൂ അറ്റ് ദ ലോവർ ലിമിറ്റ്. Is it clear? Yes, madam. ഓക്കെ, ഇവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണ്. ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് വിത്തിൻ ദ ലിമിറ്റ്സ് 1 to 2. ഫസ്റ്റ് നമ്മൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എക്സിൻ്റെ ഇൻ്റഗ്രൽ എത്ര വരും? എക്സ് സ്ക്വയർ ബൈ 2. ഇത് 1 അല്ല 2 ആ. Isn't it? ഹലോ. Yes, ma'am. ഓക്കെ, ഇവിടെ നമ്മൾ കോൺസ്റ്റന്റ് വെളിയിലോട്ട് എടുക്കുക. നമ്മുടെ എക്സിന് ഈ വേരിയബിൾ ഏതാണോ ആ വേരിയബിളിനാണ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. എക്സിന്റെ വാല്യൂസ് ആണ്. സോ എക്സ് സ്ക്വയർ വിത്തിൻ ദ ലിമിറ്റ്സ് 1 to 2. സോ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും? എക്സ് സ്ക്വയർ എക്സ് ഈക്വൽ ടു ആദ്യം 2 കൊടുക്കുക, എഫ് ഓഫ് സി ദിസ് വേ, എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. Is it clear? Yes, ma'am.
Okay. Okay. Now, see, ഇവിടെയൊക്കെയാണല്ലോ അതെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. നമ്മൾ ഇത്രയും നാൾ ചെയ്ത ഇൻ്റഗ്രേഷൻ തന്നെ. ആ ഇൻ്റഗ്രേഷനകത്ത് ലിമിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ യൂസ് ദിസ് ഫോർമുല എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. Now some properties. Integral a to a fx dx equal to 0. Integral a to a fx dx equal to minus of b to a. See, upper limit lower limit change ചെയ്ത് കഴിഞ്ഞാൽ that will be minus. Then വേരിയബിൾ ചേഞ്ച് ചെയ്തുകൊണ്ട് ഇന്റഗ്രലിന് വ്യത്യാസമൊന്നും വരുന്നില്ല. എഫ് എക്സ് ഡി എക്സോ എഫ് യു ഡിയോ എഫ് ടി ഡി ടിയോ ഒക്കെ ആയിക്കോട്ടെ. വേരിയബിൾ ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്റഗ്രൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുന്നത്? സി, ഡെഫിനറ്റ് ഇന്റഗ്രൽ അല്ലായിരുന്നെങ്കിൽ ഇതൊക്കെ ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ്, ഇത് ഫംഗ്ഷൻ ഓഫ് യുവും ഇത് ഫംഗ്ഷൻ ഓഫ് ടിയും ആയേനെ. നമ്മൾ എയുടെയും ബിയുടെയും ലിമിറ്റ് സെയിം, എ എക്സ് ടിയുടെ യുവിന്റെ എക്സിന്റെ ലിമിറ്റ് സെയിം ആയതുകൊണ്ട് നമ്മളിവിടെ ന്യൂമറിക് വാല്യൂ ആണ് കിട്ടുന്നത് നമുക്ക് അവിടെ, അല്ലേ? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എയിലോട്ടാണ് നമ്മൾ വരുന്നത്. ഓക്കെ ഓക്കെ ഇനി നമ്മൾ എഫ് ഓഫ് എ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എ ടു സി പ്ലസ് സി ടു ബി. എ ടു ബി എ എന്ന് പറയുന്ന ഇന്റർവെല്ലിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഇന്റഗ്രൽ എ ടു സി പ്ലസ് സി ടു ബി ആയിരിക്കും ഇന്റഗ്രൽ എ ടു ബി എന്ന് പറയുന്നത്. ഓക്കെ, then another property 0 to integral a to fx dx will be equal to 0 to a minus x dx. രണ്ടും സെയിം ആയിരിക്കും. ഇനി if f is an odd function, then f of minus x equal to minus f of x. Okay. Is it clear? Then the Yes, ma'am. total integral will be equal to minus a to a എന്ന് പറയുന്നത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. മൈനസ് എ ടു ഇന്റഗ്രൽ മൈനസ് എ ടു എ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മൈനസ് എ ടു 0, then 0 to a. മൈനസ് എ ടു എ എന്ന് പറയുന്നത് എന്താ? മൈനസ് എഫ് ഓഫ് എക്സും മൈനസ് ദിസ് വിൽ ബി മൈനസ് എഫ് ഓഫ് എക്സ് പ്ലസ് 0 to a എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സും ആയിരിക്കും. Okay, so its sum will be 0. നേരത്തെ ഹെഡിങ്ങിലോട്ട് വന്നു. ഡെഫിനറ്റ് ഇന്റഗ്രൽ ഒരെണ്ണം ചെയ്യണോ പിള്ളേരെ? ചെയ്ത് നോക്കണോ ഒരെണ്ണം? Definite integral. ഓക്കെ, ചെയ്യണോ? ഓക്കെ, ചെയ്യൂ ഒരെണ്ണം. ഇന്റഗ്രൽ 2 to 3 1 by x dx. ഇന്റഗ്രൽ 1 by x എന്ന് പറയുന്നത് log x which is equal to log x within the limits 2 to 3. So x-ന്റെ വാല്യൂ പുട്ട് ചെയ്യുക. log a minus log b form. log 3 minus log 2 which is equal to log 3 by 2. Okay, it's a numeric value, not a function of x. Isn't it? Hello? Yes, ma'am. Okay, simple ആയിട്ട് ഒരെണ്ണം വേഗം ചെയ്യും.
ചെയ്തോ? സിമ്പിൾ ആയിട്ട് പറഞ്ഞല്ലേ? ചെയ്തോ? കംപ്ലീറ്റ് ആക്കിയോ? ഹലോ. ഓക്കെ, നമുക്ക് പോവാം മുന്നോട്ട്. നമ്മൾ ഇനി അടുത്ത ഏരിയ കണ്ടുപിടിക്കാൻ, ലെങ്ത് കണ്ടുപിടിക്കാൻ ഡെഫിനിറ്റ് ഇന്റഗ്രൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, വാട്ട് ഔട്ട് ബെന്നി? പോവാം. ഹലോ. Yes, ma'am. ഓക്കെ, ഇവിടെ എല്ലാം ഇതുപോലെ എല്ലാം ഇനിയും കയറി വരും കേട്ടോ. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും കയറി വരും. ഡെഫിനിറ്റ് ഇന്റഗ്രൽ, അതായത് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അവിടെ നമ്മൾ സാധാരണ ചെയ്ത കാര്യങ്ങൾ അതുപോലെ ഇന്റഗ്രേറ്റ് ചെയ്ത് എങ്ങനെയാണോ നമ്മൾ ഇത്രയും യൂണിറ്റ് 3യിൽ ചെയ്തത് എന്ന് പറഞ്ഞാൽ ഇവാലുവേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഓക്കെ, കണ്ടു വന്നു. പിന്നെ നമ്മൾ ലാസ്റ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണെങ്കിൽ ലിമിറ്റ് കൂടി അപ്ലൈ ചെയ്ത് വേണം നമ്മൾ എഴുതാനായിട്ട്. ഇസ് ഇറ്റ് ക്ലിയർ? ഹലോ. Yes, ma'am. ക്ലിയർ ആയോ? ചെയ്ത് നോക്കണം ഇതെല്ലാം കേട്ടോ. നമ്മൾ സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുക. ഞാൻ കമ്മിറ്റി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഏരിയ അണ്ടർ ദ കർവ്, അത് വൺ ഓഫ് ദി ആപ്ലിക്കേഷൻ. അതാണ് നമ്മൾ ശരിക്കും അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യം. ഇന്റഗ്രേഷന്റെ ഏറ്റവും കൂടുതൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യം അതാണ്. സപ്പോസ് എഫ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഇൻ ദ f of x greater than 0 in where all x in between a and b, then the area bounded by y equal to f of x and x-axis and the ordinate x equal to a is given by integral a to b fx dx. നമുക്കൊരു ഫംഗ്ഷൻ y equal to f of x തന്നിട്ടുണ്ട്. You have to identify the area within this function and the limits of the x-axis between a and b. Okay. So ഈ a and b ക്കും y equal to f of x നും ഇടയിലുള്ള ഏരിയ ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇന്റഗ്രലാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ സ്മോൾ ഫാക്ടർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക ചെയ്യുന്നത്. ഫ്രം എ ടു ബി ഇന്റഗ്രൽ എഫ് എക്സ് ഡി എക്സ്, ഇന്റഗ്രൽ y ഈക്വൽ ടു എഫ് എക്സ് ഡി എക്സ്, ഇന്റഗ്രൽ എ ടു ബി y എന്ന് പറയുന്നത് എന്താണ്? എഫ് എക്സ് ഡി എക്സ്. മുമ്പേ ചെയ്ത പോലെ തന്നെ കറസ്പോണ്ടിങ്. ഓക്കെ, ഇവിടെ ഏരിയ ബിറ്റ്വീൻ ടു കർവ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ബിറ്റ്വീൻ എക്സ് ആക്സിസ്. ഓക്കെ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിഗർ വരച്ചിട്ടേ നമ്മൾ ചെയ്യാവുള്ളൂ. ഇവിടെ y ഈക്വൽ ടു ജി ഓഫ് എക്സ് ആൻഡ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. Okay, now let us do one example. Find the area bounded by x-axis and y equal to 2x minus 3, where x-axisലെ ആ ലിമിറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ബിറ്റ്വീൻ എ ആൻഡ് ബി പറഞ്ഞിരുന്നില്ല. അതുപോലെ ഇവിടെ a ഈക്വൽ ടു 2യും b ഈക്വൽ ടു 5 ആയിരുന്നു തന്നിരിക്കുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? Find the area bounded by x-axis. അതാണ് നമ്മൾ ഏരിയ ബൗണ്ടഡ് ബൈ x-axis. ഇത് x and y axis, ഇത് y axis, this is x-axis. Is it clear? Hello? Yes, ma'am. Okay. Where given that y equal to 2x minus 3, 2x minus 3 will be a straight line. We know that. Between a and b, where a എന്ന് പറയുന്നത് ഏതാണ്? 2. This is a equal to, നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ, within the limits a equal to 2 and b equal to 5. Okay, when a equal to 2, what is 2x minus 3? 4 minus 3, which is equal to 1. See, when we want to draw a straight line, we need at least 2 points, right? Isn't it?
Is it clear? Yes, ma'am. Okay, so when put the value of A, we get the value of B. Sorry, X, we get the value of Y. That is, when A equal to 1, see within the limits A and B, we have to identify the area bounded by x-axis and this function. X-axis in the boundary within 2 and 5. So when x equal to 2, y equal to 1. When x equal to 5, y equal to 5 into 2, 10 minus 3, 7. See, 2, 1 and 5, 7 are the 2 points. Then 2x minus 3 will be the straight line passing through 2, 1 and 5, 7. Is it clear? Yes, ma'am. Okay. Now the required area will be integral within the limits to integral 2 to 5 fx dx. fx എന്ന് പറയുന്നത് y equal to f of x. That is the given function. Right? Is it clear? Yes, ma'am. Okay. Now apply the definite integral. That is 2x minus 3 integral 2 into x square by 2 minus 3x. Right? If you want, write one more step. Integral 2x minus integral 3 dx. ഇത് ചെയ്തിട്ട് കമ്പൈൻ ചെയ്ത് വാല്യൂ പുട്ട് ചെയ്താലും മതി, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ട് വാല്യൂ കൊണ്ടുവന്ന് വെച്ചാലും മതി. ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. ഇന്റഗ്രലിന്റെ റിസൾട്ട് എഴുതിയിരിക്കുന്നത് 2x² വരും അല്ലേ? ഇത് ഇന്റഗ്രേറ്റിംഗ് ദിസ് വി ഗെറ്റ് 2x²/2 2 into x²/2 minus 3 into x. So 2 cancel. So this is x square minus 3x within the limits 2 to 5. ഇവിടെ ചെയ്യുമ്പം തെറ്റിപ്പോരുത്. ആദ്യം ഈ ഫംഗ്ഷന് 5 വാല്യൂ 5 എന്ന് പറയുന്ന വാല്യൂ പുട്ട് ചെയ്യുക. സി x equal to 5 we get 5 square 25 minus 3 into 5 minus ബ്രാക്കറ്റിൽ ഇട്ട് തന്നെ പഠിക്കാവുള്ളൂ. ഓക്കെ ഓക്കെ, ഇത് തെറ്റിപ്പോ, വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ തെറ്റിപ്പോരുത്. മൈനസ് 2 അപ്ലൈ ചെയ്യുക. 2 into 2 4 minus 6. ഇതൊക്കെ ഒരൊറ്റ സ്റ്റെപ്പിൽ തീർക്കണ്ട, അടുത്ത സ്റ്റെപ്പിലൂടെ എഴുതി വന്നേച്ചാൽ മതി. ദിസ് ഈസ് എഫ് ഓഫ് എ, ഈ പാർട്ട്. ദിസ് ഈസ് എഫ് ഓഫ് എ മൈനസ് ദിസ് ഈസ് എഫ് ഓഫ് ബി. ഇസ് ഇറ്റ് ക്ലിയർ? ദിസ് ഈസ് എഫ് ഓഫ് എ. Yes, ma'am. ഓക്കെ, ഡു ദിസ്. ഈ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഏരിയ കണ്ടുപിടിക്കാമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി യു ഡ്രോ ദിസ് ഫിഗർ. ഈ ഏരിയ അങ്ങ് മാർക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നമുക്ക് ഏതാണ് ഫംഗ്ഷൻ എഴുതാനായിട്ട്. ഓക്കെ, ഡു ദിസ്.
ഹലോ. ആ മാം. എനിക്ക് നെറ്റ്വർക്ക് പോയിരുന്നു അല്ലേ? ആ ഹലോ. പറഞ്ഞു. ചെയ്തോ? കംപ്ലീറ്റ് ആക്കിയോ? ആ പോവാം, മുന്നോട്ട് പോവാം. ഇത് ആ find the area തന്നിരിക്കുന്നതൊക്കെയാണല്ലോ അതെ ബിറ്റ്വീൻ ടു y equal to x square y equal to x എന്ന് മാം പറഞ്ഞിട്ട് സ്ക്രീൻ ഷെയർ between ആയില്ല. സ്ക്രീൻ ഷെയർ ആയില്ല. ചെയ്യാം എനിക്ക് നെറ്റ്വർക്ക് പോയപ്പോ എല്ലാം പോയി. ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആയി, ക്ലിയർ ആയോ? കാണുന്നുണ്ടോ? ഓക്കെ. ഹലോ. ഓക്കെ ഓക്കെ. കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ തന്നിരിക്കുന്ന ഫിഗർ വരച്ചേ നമ്മൾ മുന്നോട്ട് പോകാവുള്ളൂ. ഓക്കെ. Now come to the length of the curve, length of the curves. That is to find the length of y equal to fx from the point a, f of a, b, a at the point a and b are the 2 points. Okay. Then we have to identify the length of this curve, that is from a to b, length of a to b. Okay. It will be equal to a to b root of 1 plus dy by d. dy by dx is the function y equal to f of x is given. So we can identify dy by dx. Square of that gives derivative in the square. Is it clear? Directly apply the formula. Is it clear? Okay. Now let us find the length of the curve y equal to 2 by 3 x power 3 by 2 from 0, 0 to 4, 16 by 3. Okay. So we know that y equal to 2 by 3 x power 3 by 2. So dy by dx equal to n raised to മാം വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. x raised to n minus 1 അല്ലേ? 2 by 3 into കിട്ടുന്നില്ല. വോയിസ് കട്ട് ആവുന്നുണ്ട് ഇടയ്ക്ക്. നെറ്റ്വർക്ക് പക്ഷെ ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. കാണാം. So y equal to this one, then dy by one. പക്ഷെ ഒന്നും കേൾക്കുന്നില്ല.
ഹലോ Yes, ma'am. Hello. പോയി. Yes, ma'am. Could go? ആ കേൾക്കാം. ക്ലിയർ ആയോ? Yes, ma'am. പോയോ? ആ മാം. ഓക്കെ, 1 മിനിറ്റ്. പ്രസന്റേഷൻ കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ. ഇത് കാണാം. അപ്പൊ ഞാൻ അതിലോട്ട് ഒന്നുകൂടി വരാം. ഓക്കെ, ഞാൻ പ്രസന്റേഷനിലോട്ട് വരട്ടെ. എന്റെ നെറ്റ്വർക്ക് ഇവിടെ ഭയങ്കര മഴയാ കുട്ടികളെ. ഇവിടെ ഇപ്പൊ കാണാവോ? ഇല്ല മാം. കാണാവോ? കാണുന്നില്ല. ഇപ്പം കാണാം. സ്ക്രീൻ യെസ് മാം കാണാം. ഇതല്ലേ കാണുന്നത്? ഈ സ്ക്രീൻ, ഇപ്പോഴത്തെ സ്ക്രീൻ കാണുന്നുണ്ടോ? ഇപ്പൊ വരും. കാണാൻ പറ്റുന്നുണ്ട് സ്ക്രീൻ? സ്ക്രീൻ ഹലോ. യെസ് മാം കാണാം. സൊല്യൂഷൻ പറ്റുന്നുണ്ട്. സ്ലോ. ക്ലിയർ? ഓക്കെ ഓക്കെ, ചെയ്തോ?